ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കുന്നത് 2025 ഓഗസ്റ്റ് 9 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2025. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റെയർസ്. കളക്റ്റീവ് നൗൺ ചേർക്കാനാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ്, ഓപ്ഷൻ ബി സ്യൂട്ട്, ഓപ്ഷൻ സി ഫ്ലീറ്റ്, ഓപ്ഷൻ ഡി പാക്ക്. ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ എ ഫ്ലൈറ്റ് ആണ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്നാണ് പറയുന്നത്. ഇനി ഫ്ലൈറ്റ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ വരുന്ന മറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേർഡ്സ്, സ്റ്റെയർസ്, ആരോസ്. എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയും, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്ന് പറയും, ഫ്ലൈറ്റ് ഓഫ് ആരോസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സ്യൂട്ട്. ഫർണിച്ചറിനാണ് സ്യൂട്ട് എന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുന്നത്. അടുത്തത് ഫ്ലീറ്റ് ഷിപ്സിനാണ്. അടുത്ത പാക്ക് വൂൾസ്, ഡോഗ്സ്, കാർഡ്സ്. പാക്ക് ഓഫ് വൂൾസ്, പാക്ക് ഓഫ് ഡോഗ്സ്, പാക്ക് ഓഫ് കാർഡ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ് ഷീ സെൽഡം ഗോസ് ഔട്ട്. ഓപ്ഷൻ എ ഡസ് ഷീ, ഓപ്ഷൻ ബി ഡോണ്ട് ഷീ, ഓപ്ഷൻ സി ഡസിൻ ഷീ, ഓപ്ഷൻ ഡി ഡിഡ് ഷീ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡസ് ഷീ ആണ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? ഷീ സെൽഡം ഗോസ് ഔട്ട്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. സെൽഡം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അപ്പം ടാഗ് പോസിറ്റീവ് വരണം. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ സിംഗുലർ ആണ്. അതുപോലെ വെർബ് ഗോസ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പം ടാഗ് വരുന്നത് ഡസ് ഷീ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. കറക്റ്റ് പ്രിപ്പോസിഷൻ ചേർക്കുക. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഓപ്ഷൻ എ ടു, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഫോർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻ ആണ്. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. പാസീവ് ഫോം എഴുതാനാണ് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് ഫോമിലോട്ട് മാറ്റുമ്പോൾ ഫോം എന്താ വരിക? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പൊ ഇവിടെ മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് സ്യൂട്ടബിളി. വൈഡ് മീൻസ് ദ സെയിം ആസ് ഡാഷ്. ഓപ്ഷൻ എ ലോങ്, ഓപ്ഷൻ ബി നാരോ, ഓപ്ഷൻ സി ഹൈ, ഓപ്ഷൻ ഡി ബ്രോഡ്. വൈഡിന്റെ സിനോണിം എഴുതാനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബ്രോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. അപ്പൊ ക്യാൻസലിന് പകരം വരുന്ന ഫ്രൈസൽ വെർബ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോൾ ഓഫ്, ഓപ്ഷൻ ബി കോൾ ഓൺ, ഓപ്ഷൻ സി ഗോ ഓഫ്, ഓപ്ഷൻ ഡി ഗോ ഓൺ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോൾ ഓഫ് ആണ്. കോൾ ഓഫിന്റെ മീനിങ് ക്യാൻസൽ. ഇനി കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ. Go off means explode. Go off, explode. Go on means continue. Go on, continue. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആർഗ്യുമെന്റ്. ARGUMENT ആർഗ്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. How do you feel this morning? She asked me.
ഇതിന്റെ ആൻസർ വരുന്നത് ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ആൻസർ എന്താ? ഓപ്ഷൻ സി, ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണല്ലേ, അതായത് ഒരു ക്വസ്റ്റ്യൻ മോഡിലുള്ള സെന്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യത്തിലെ ഓക്സിലറി വെർബ് സബ്ജക്റ്റ് എന്നതിന് പകരം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്നുപയോഗിക്കണം. അതായത് ഇവിടെ ഹൗ ഡു യു ഫീൽ എന്നാണ് തന്നിരിക്കുന്നത്. അത് റിപ്പോർട്ട് സ്പീച്ചിൽ വരുമ്പം ഹൗ ഐ ഫെൽറ്റ് എന്നാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, fill up with the correct tense form of the verb given in bracket. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡിന്റെ കറക്റ്റ് ടെൻസ് ഫോം എഴുതുക. When her mother arrived, Isha dash finished the laundry. When her mother arrived, Isha dash finished the laundry. Option A finished, option B has finished, option C will finish, option D had finished. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹാഡ് ഫിനിഷ്ഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നത് പാസ്റ്റ് ടെൻസിലും പറയണം. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് സ്യൂട്ടബിളി. അൺലെസ് യു സ്റ്റഡി വെൽ ഡാഷ്. ഓപ്ഷൻ എ, യു വിൽ പാസ്. ഓപ്ഷൻ ബി, you will not pass. Option C, you could pass. Option D, you could have passed. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, you will not pass. നന്നായി പഠിച്ചില്ലെങ്കിൽ നീ പാസ്സാവില്ല. അപ്പം ഇവിടെ കണ്ടീഷണൽ ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ will or shall ഉപയോഗിക്കണം. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ഓപ്ഷൻ എ, ശിരസിന്റെ അർത്ഥം തല. ഓപ്ഷൻ ബി, നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻ സി, എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ഓപ്ഷൻ ഡി, നേതാവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ബാക്കിയുള്ള ഓപ്ഷൻസിലെല്ലാം സെന്റൻസിന് ചേരുന്ന അർത്ഥമല്ല അടിവരയിട്ടിട്ടുള്ള പദങ്ങൾക്ക് ഉള്ളത്. ആദ്യത്തേത് എന്താണ്? ശിരസിന്റെ അർത്ഥം തല. അർത്ഥം എന്നാണ് വേണ്ടിയത് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന അർത്ഥത്തിന്റെ അർത്ഥം എന്താണ്? പകുതി എന്നാണ് അർത്ഥം. അർത്ഥം എന്നാൽ പകുതി. ഇനി ഓപ്ഷൻ ബിയിലാണെങ്കിലോ, നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത്? ഇവിടെ തന്നിരിക്കുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ശരിക്കും വരേണ്ട എന്തായിരുന്നു? ഉദ്ദേശ്യം. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്തെന്നാണ്. ഇനി ഓപ്ഷൻ സി ആണെങ്കിലോ, നേതാവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ഐക്യകണ്ഠേന എന്നല്ല, ഐകകണ്ഠേന എന്നാണ് വേണ്ടിയത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? ഓപ്ഷൻ എ, ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഓപ്ഷൻ ബി, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓപ്ഷൻ സി, ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈ ഇഹ രചിച്ചത് നമ്മയെല്ലാം. ഓപ്ഷൻ ഡി, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലര് വിസ്മൃതമാകുമിപ്പോൾ. അപ്പം നമ്മൾ വചനങ്ങൾ എന്താണെന്നും അതിന്റെ പ്രത്യയങ്ങൾ എന്താണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് വചനങ്ങൾ എന്താണ്, അവയുടെ പ്രത്യയങ്ങൾ എന്താണെന്ന് നോക്കാം. വചനം എന്ന് പറയുന്നത് വസ്തുക്കളുടെ എണ്ണത്തെ കുറിക്കുന്നതാണ്. ഒന്നിനെക്കുറിച്ച് പറയുന്നതാണ് ഏകവചനം. ഒന്നിലധികം എണ്ണത്തെക്കുറിച്ച് പറയുന്നതാണ് ബഹുവചനം. സംസ്കൃതത്തില് വചനം 3 വിധമുണ്ട്: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ദ്രാവിഡ ഭാഷകളിൽ ദ്വിവചനമില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മലയാളത്തില് ഇല്ലാത്ത വചനം ഏത്? ഓപ്ഷൻ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പൂജക ബഹുവചനം. ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പം മലയാളത്തിൽ ഇല്ലാത്ത വചനമാണ്
ദ്വിവചനം. അത് സംസ്കൃതത്തിലാണ് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏകവചനത്തിന് ഉദാഹരണം എന്താ? പുസ്തകം. ബഹുവചനമാണെങ്കിൽ പുസ്തകങ്ങൾ, സ്ത്രീ, സ്ത്രീകൾ, അമ്മ, അമ്മമാർ. അങ്ങനെയാണ് ഏകവചനം ബഹുവചനം വരിക. ഇനി ബഹുവചനം തന്നെ 3 വിഭാഗങ്ങളുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുന്നു. അപ്പം ആൺകുട്ടികൾ, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഭാര്യമാർ, അങ്ങനെ. ഇനി അലിംഗ ബഹുവചനമാണെങ്കിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നു. അപ്പം നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് അലിംഗ ബഹുവചനം. ഉദാഹരണം കുട്ടികൾ, അധ്യാപകർ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂട്ടി കുട്ടികൾ എന്ന് പറയാം അല്ലേ? അതുപോലെ അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ, അങ്ങനെ. ഇനി പൂജക ബഹുവചനമാണെങ്കിൽ ബഹുമാനം അല്ലെങ്കിൽ ആദരവിനെ സൂചിപ്പിക്കുന്നു. അതിന്റെ പ്രത്യയങ്ങളാണ് ആർ, മാർ, കൾ. ഉദാഹരണം എന്താ? നിങ്ങൾ, താങ്കൾ, ബ്രാഹ്മണർ, വൈദ്യർ, അങ്ങനെ. അപ്പം നമ്മൾ ഏകവചനം, ബഹുവചനം എന്നിവ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഏകവചനത്തിന് അൻ, അൾ എന്നിങ്ങനെ പ്രത്യയങ്ങൾ വരും. പൂജക ബഹുവചനത്തിൽ അർ, മാർ, കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഓപ്ഷൻസ്, ഓപ്ഷൻ എയിൽ നോക്കിയാൽ അവിടെ ഏതായിരിക്കും പ്രത്യയം വരുന്നത്? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പൊ പൂക്കൾ എന്നുള്ളിടത്ത് കൾ എന്ന പ്രത്യയം വന്നു. ഇനി ഓപ്ഷൻ ബിയിലാണെങ്കിൽ പൂമ്പാറ്റകൾ എന്ന് വരുന്നിടത്തും കൾ എന്ന പ്രത്യയം വന്നു. ഓപ്ഷൻ സിയിലാണെങ്കിൽ സഹോദരർ അല്ലി, അവിടെ ആർ എന്ന പ്രത്യയം വന്നു. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ്റെ അകത്ത് ഈ പ്രത്യയങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ചോദ്യം എന്താ? വചനപ്രത്യയം ഇല്ലാത്ത വരി. അപ്പം പ്രത്യയങ്ങളൊന്നും വരാത്ത വരിയാണ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം, ശരിയായ പര്യായ പദം ഏത്? ഓപ്ഷൻ എ അച്ഛൻ, ജനയിതാവ്. ഓപ്ഷൻ ബി ജ്യേഷ്ഠൻ, കനിഷ്ഠൻ. ഓപ്ഷൻ സി അമ്മ, ജനിതാവ്. ഓപ്ഷൻ ഡി അമ്പ്, ചാപം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അച്ഛൻ, ജനയിതാവ്. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ തെറ്റ്? ജ്യേഷ്ഠൻ, കനിഷ്ഠൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരൻ, കനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരൻ. അപ്പം ജ്യേഷ്ഠന്റെ വിപരീത പദമാണ് കനിഷ്ഠൻ. അടുത്തത് അമ്മ, ജനിതാവ്. ജനിതാവ് എന്ന് പറയില്ല, ജനനി അല്ലെങ്കിൽ ജനയിത്രി എന്നാണ് പറയുക. ഇനി അടുത്താണെങ്കിലോ അമ്പ്, ചാപം. അമ്പും ചാപവും 2 വസ്തുക്കളാണ്. ഇനി അടുത്ത ചോദ്യം, കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക്. ഓപ്ഷൻ എ പ്രേഷിതൻ. ഓപ്ഷൻ ബി പ്രേക്ഷകൻ. ഓപ്ഷൻ സി പ്രേക്ഷിതൻ. ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പ്രേക്ഷകൻ. അടുത്ത ചോദ്യം, പിരിച്ചെഴുതിയതിൽ ശരിയേത്? ഓപ്ഷൻ എ കേട് പ്ലസ് തു കേട്ടു. ഓപ്ഷൻ ബി കല്ല് പ്ലസ് മതം കന്മതം. ഓപ്ഷൻ സി ധനം പ്ലസ് തേ ധനത്തെ. ഓപ്ഷൻ ഡി കൺ പ്ലസ് നീർ കണ്ണീർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കൺ പ്ലസ് നീർ കണ്ണീർ. അടുത്ത ചോദ്യം, ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? 1 അബദ്ധം, സുബദ്ധം. 2 ദക്ഷിണം, പ്രദക്ഷിണം. 3 ബാഹ്യം, അന്തരം. 4 ഖണ്ഡനം, മണ്ഡനം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉമാണ്. അബദ്ധം, സുബദ്ധം, ഖണ്ഡനം, മണ്ഡനം. ഇത് രണ്ടുമാണ് ശരിയായിട്ട് തന്നിട്ടുള്ളത്. ഇനി ദക്ഷിണം എന്നുള്ളതിന് വിപരീത പദം എന്താ? ഉത്തരം. ദക്ഷിണം, ഉത്തരം. ബാഹ്യം, ആന്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? വാക്യം ഇതാണ്: വിദ്യാർത്ഥികൾ അവധിക്കാലം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം. 2ാമത്തെയും 3ാമത്തെയും സെന്റൻസിലാണ് തെറ്റുള്ളത്. ചിലവഴിക്കുന്നതിനെ കുറിച്ചെന്നല്ല, ചെലവഴിക്കുന്നതിനെ കുറിച്ചെന്നാണ് വരേണ്ടത്. അധ്യാപകരും രക്ഷിതാക്കളോടും എന്നല്ല, അധ്യാപകരോടും രക്ഷിതാക്കളോടും എന്ന് വേണം. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഓപ്ഷൻ എ ഐകമത്യം മഹാബലം. ഓപ്ഷൻ ബി നാരുകൾ ചേർന്നുള്ള കയറാൽ പാറിൽ കെട്ടുന്നതെന്തിയെ. ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഓപ്ഷൻ ഡി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇതിലെ കൂട്ടത്തിൽ ചേരാത്തതാണ് ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഓപ്ഷൻ എ അമ്മയുടെ അനുജൻ. ഓപ്ഷൻ ബി അച്ഛന്റെ സഹോദരൻ. ഓപ്ഷൻ സി മകളുടെ മകൻ. ഓപ്ഷൻ ഡി സഹോദരിയുടെ മകൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സഹോദരിയുടെ മകൻ. ഭാഗിനെ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകൻ എന്നാണ് അർത്ഥം. ഇനി അടുത്ത ചോദ്യം, വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏത്? ഓപ്ഷൻ എ മരപ്പൊടി. ഓപ്ഷൻ ബി പീതാംബരൻ. ഓപ്ഷൻ സി സുമുഖി. ഓപ്ഷൻ ഡി നാൻമുഖൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മരപ്പൊടിയാണ്. അപ്പൊ നമുക്ക് സമാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്താണ് സമാസം? പരസ്പരം ബന്ധമുള്ള രണ്ടോ അതിലധികമോ പദങ്ങളെ അവയുടെ ഇടയിൽ വരുന്ന വിഭക്തി പ്രത്യയങ്ങളോ ബന്ധവാചികളായ മറ്റു പദങ്ങളോ, അതായത് കണക്റ്റിംഗ് വേർഡ്സ് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റ പദമാക്കി ചേർത്തെഴുതുന്ന രീതിയാണ് സമാസം. എന്താണ്? പരസ്പരം ബന്ധമുള്ള രണ്ടോ അതിലധികമോ പദങ്ങളെ അവയുടെ ഇടയിൽ വരുന്ന വിഭക്തി പ്രത്യയങ്ങളോ ബന്ധവാചികളായ മറ്റു പദങ്ങളോ, അതായത് കണക്റ്റിംഗ് വേർഡ്സ് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റ പദമാക്കി ചേർത്തെഴുതുന്ന രീതിയാണ് സമാസം. അതായത് മരപ്പൊടി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ പൊടി, ഇന്റെ എന്നുള്ള ആ കണക്റ്റിംഗ് വേർഡ് മാറ്റിയിട്ട് ഒറ്റ പദമാക്കി മരപ്പൊടി എന്നെഴുതി. അതാണ് സമാസം എന്ന് പറയുന്നത്. ഇനി സമാസം പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. സമാസം പ്രധാനമായിട്ടും 4 വിധത്തിലുണ്ട്. ഒന്നാമത്തേത് തൽപുരുഷൻ. ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം. ഉദാഹരണത്തിന് മരപ്പൊടി, മരത്തിന്റെ പൊടി. അപ്പം അവിടെ പൊടിക്കാണ് പ്രാധാന്യം. ഇനി തൽപുരുഷ സമാസത്തെ രണ്ടായിട്ട് തിരിക്കാം. കർമ്മധാരയൻ, ദ്വിഗു. കർമ്മധാരയൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഇടയിൽ ആയ എന്ന വിശേഷണവാചി ചേർക്കും. ഉദാഹരണം നീലാകാശം. അതിനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരുന്നത്? നീലയായ ആകാശം. അപ്പൊ അവിടെ ആയ എന്നുള്ളൊരു പദം കൂട്ടിച്ചേർത്തു. അതാണ് കർമ്മധാരയൻ സമാസം. നീലാകാശം, നീലയായ ആകാശം. ഇനി രണ്ടാമത്തെ തിരിവാണ് ദ്വിഗു സമാസം. പൂർവപദം സംഖ്യാവിശേഷണമായി വരികയും ഉത്തരപദം ഒരു നാമമായിരിക്കുകയും ചെയ്യുന്ന തൽപുരുഷ സമാസമാണ് ദ്വിഗു സമാസം. ഉദാഹരണത്തിന് നവരത്നം. നവരത്നം എന്ന് പറഞ്ഞാൽ എന്നാ? 9 രത്നങ്ങൾ. അപ്പം നവ എന്നുള്ളത് ഒരു സംഖ്യാവിശേഷണമാണ്, രത്നം എന്നുള്ളതൊരു നാമമാണ്. അപ്പം നവരത്നം. പിന്നെ ചതുർവേദം, 4 വേദങ്ങൾ. അപ്പൊ ചതുർ എന്നുള്ളത് എണ്ണത്തെ സൂചിപ്പിക്കുന്നു, വേദം എന്നുള്ളതൊരു നാമമാണ്. ഇനി രണ്ടാമത്തെ സമാസമാണ് ദ്വന്ദ്വ സമാസം. പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം, അതായത് 2 പദങ്ങൾക്കും ഒരേ പ്രാധാന്യമാണുള്ളത്. ഉദാഹരണം രാമകൃഷ്ണന്മാർ. അത് വിഗ്രഹിക്കുമ്പോൾ രാമനും കൃഷ്ണനും 2 പേർക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. അതാണ് ദ്വന്ദ്വ സമാസം. അടുത്ത മൂന്നാമത്തെ സമാസമാണ് ബഹുവ്രീഹി. പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ലാതെ ഈ 2 പദങ്ങൾ ചേർന്ന് സൂചിപ്പിക്കുന്ന അന്യമായ ഒരു പദാർത്ഥം മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുവിനോ ആണ് പ്രാധാന്യം. അതായത് ഉദാഹരണം പീതാംബരൻ, പീതമായ അമ്പരം ഉള്ളവൻ. പീതാംബരൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ വസ്ത്രധാരി. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ആരാണ്? കൃഷ്ണൻ. അപ്പം പീതാംബരൻ എന്ന് പറയുമ്പം പീതമായ അമ്പരം ഉള്ളവൻ ആരോ അവൻ, അവിടെ മറ്റൊരാൾക്കാണ് പ്രാധാന്യം. അതാണ് ബഹുവ്രീഹി. അടുത്ത നാലാമത്തെ സമാസം അവ്യയീഭാവൻ. പൂർവപദത്തിന് പ്രാധാന്യം, അതായത് ആദ്യത്തെ പദത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം പ്രതിദിനം. അത് വിഗ്രഹിക്കുമ്പോൾ ദിനം തോറും എന്നാണ് അർത്ഥം വരിക, എന്ന് വെച്ചാൽ ഓരോ ദിവസവും. അപ്പൊ ഇവിടെ പ്രതി എന്ന് പറഞ്ഞാൽ ഓരോ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പ്രതിദിനം എന്ന വാക്കില് ആദ്യ പദമായ പ്രതിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് അവ്യയീഭാവ സമാസമാണ്. ഇനി നമുക്ക് ചോദ്യം ഒന്നും കൂടെ നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വ്യത്യസ്തമായ സമാസം ഉള്ളത്
ഓപ്ഷൻ എ മരപ്പൊടിയാണ്. മരപ്പൊടി എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ മരത്തിന്റെ പൊടി. ഇതില് 2 പദങ്ങളില് ഉത്തരപദമായ പൊടിക്കാണ് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് ഇത് തൽപുരുഷ സമാസത്തിൽ വരുന്നു. ഇനി ബാക്കി 3 ഓപ്ഷൻസ് നോക്കിയാൽ പീതാംബരൻ, പീതമായ അമ്പരമുള്ളവൻ, ആരോ അവൻ, മറ്റൊരാൾക്കാണ് പ്രാധാന്യം. അടുത്ത ഓപ്ഷൻ സി ആണെങ്കിൽ സുമുഖി, സുന്ദരമായ മുഖമുള്ളവൾ, ആരോ അവൾ. അടുത്ത നാൻമുഖൻ, 4 മുഖങ്ങൾ ഉള്ളവൻ. ഇവയില് പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ല, മറിച്ച് രണ്ടും ചേർന്ന് അന്യമായ ഒരു പദത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇവ 3ഉം ബഹുവ്രീഹി സമാസങ്ങളാണ്. അപ്പം നമ്മളിന്ന് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും 10 മലയാളം ക്വസ്റ്റ്യൻസും നോക്കി. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.